ബാക്കി വന്ന ചോറുകൊണ്ടേ ഇതേ വൈകുന്നേരത്തേക്ക് ഒരു ചായൻ്റെ കടി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി ഞാനിതവിടെ ഒരു കപ്പ് ചോറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് റേഷൻ കടയിൽ അരിൻ്റെ ചോറാണ്. എനിയിപ്പോൾ ഇത് വേറെ ഒന്നും ചെയ്യാനില്ല, തലേന്നത്തെ ചോറാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റായിട്ട് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു വലിയുള്ളിയും ഒരു പച്ചമുളകും കൂടെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനത് അവിടെ മല്ലിയിലയും കറിവേപ്പിലയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. കുട്ടികളുള്ളതും കൊണ്ട് കൂടുതൽ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും മണമൊക്കെയാണ് കേട്ടോ. ഒരു നുള്ളു അപ്പക്കാരും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കൂടാൻ പാടില്ല കേട്ടോ. ഇനിതാ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഇട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ചോറ് വെള്ളം ഇല്ലാതാണ് അടിച്ചെടുത്തത്. വെള്ളം കൂടിയാൽ നമ്മൾ അരിപ്പൊടി കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പം ഈ ഒരു വട നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ അതാക്കുന്ന ഞാൻ കുറച്ചായിട്ട് ഇതിൽ ആവശ്യത്തിന് ഇട്ടൊന്ന് ടൈറ്റാക്കി എടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലൊരു മൊരിച്ചിലും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂണ് റവയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കൈ നനച്ച് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുക. അപ്പോൾ അതിന് ശേഷം ഇതൊന്നൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ളൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം. ഞങ്ങൾക്ക് ഒരു വെല്ലുള്ളിയും ഒരു തക്കാളിയും കുറച്ച് പുളിയും കുറച്ച് കറിവേപ്പിലയും അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒന്ന് വറവിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ വട ഞാൻ കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാക്കുന്നത് ഞാൻ ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കുന്നത് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പൊരിക്കാൻ വേണ്ടി ഞാനിത് അവിടെ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാൻ ഓരോരോ വട ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വട കഴിക്കാനായിട്ട്. ചൂടോട് കൂടിയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി വടയനാണ്. അപ്പോൾ ഇതാക്കുന്ന ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് പ്രാവശ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് കേട്ടോ നല്ലത്. പുറമെ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ചോറൊക്കെ ഇനി കളയേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ളൊരു അടിപൊളി വടയനാണ്. നല്ലൊരു അടിപൊളി കോമ്പിനേഷനുള്ള ചമ്മന്തിയുമാണ് ഇതിന്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ. കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.